സ്കാലപ്പ് ഡിസൈനിൽ അംഗരഹ കുർത്തില ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടപ്പോഴും മിക്കവരും എൻ്റെ അടുത്ത് ഫുൾ വീഡിയോ ചോദിച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ ഫുൾ വീഡിയോ ഇടണ്ടാന്ന് വിചാരിച്ചിരിക്കണായിരുന്നു. ഇന്നലെ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് വന്നതോടുകൂടി ഞാനിന്ന് ഫുൾ വീഡിയോ ഇടാന്ന് വിചാരിച്ചു. ഷോർട്ടിൽ ഞാൻ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെനിക്ക് അമ്പിളി ചേച്ചി ഒരു 5 വർഷം മുന്നേ എടുത്ത് തന്ന ക്ലോത്താണ് കേട്ടോ. വേറൊരു ക്ലോത്തും കൂടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഓൾറെഡി തയ്ച്ചായിരുന്നു. ഇതാണ്ട് അമ്പിളി ചേച്ചി പണ്ട് എനിക്ക് എംബ്രോയ്ഡറി വർക്കൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഒരാവശ്യമില്ലാണ്ട് വന്ന് ബ്ലൗസ് തയ്ക്കും. കാരണം ഇതിനാണ് എനിക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ട്. പുള്ളിക്കാരത്തി അതിൽ ഇടുവൊന്നുമില്ല, എന്നാലും എന്നെ കൊണ്ട് വെറുതെ തയ്പ്പിച്ചു കൊണ്ടുപോകും. ഇങ്ങനത്തെ ആൾക്കാരും ലോകത്തുണ്ടെന്ന് മനസ്സിലായല്ല. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് വരാം. ഞാനത് വിട്ട് വേസ് 2 ആക്കി മടക്കിയിട്ടാക്കിയാണ് കേട്ടോ. 4 ആക്കിയിട്ടല്ല മടക്കിയേക്കണത്, 2 ആക്കിയിട്ട് മാത്രമാണ് മടക്കിയിട്ടിരിക്കുന്നത്. കുറച്ച് സമയനഷ്ടമാണ്, എന്നാലും ഞാൻ കുറച്ചും കൂടി വൃത്തിക്ക് വെട്ടിയെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതേപോലെ ഫ്രണ്ടും ബാക്കും ഒക്കെ ഒരേ പ്രാവശ്യമായിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഷോൾഡർ 7 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ ഷോൾഡർ എത്രയാണോ, നിങ്ങളുടെ മറ്റുള്ള അളവുകൾ എത്രയാണോ അതൊക്കെ അടയാളപ്പെടുത്തുക. കുർത്തയല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 7 ഇഞ്ച് ഞാൻ കൈക്കുഴി അടയാളപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ലെങ്ത്താണ് ഞാൻ അടയാളപ്പെടുത്തുന്നത്. ഫ്രണ്ടിലെ ബോഡീസിൻ്റെ അളവ് ഒരു 15 ഇഞ്ച് ഞാനിവിടെ അടയാളപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമുക്കെല്ലാം തയ്ച്ച് കഴിയുമ്പോൾ 15 കിട്ടണമെങ്കിൽ 16 ഞാൻ സീവ് അലവൻസും കൂട്ടിയിട്ട് അടയാളപ്പെടുത്തുന്നുണ്ട് കേട്ടോ. 3.5 ഇഞ്ച് നെക്കിൻ്റെ വിട്ടും താഴേക്ക് നമ്മൾ വീനക്കാണ് ചെയ്യുന്നത്. അങ്കരഹയ്ക്ക് വീനക്കാണല്ലോ, അപ്പോൾ അത് ഞാനൊരു 6 ഇഞ്ചും അടയാളപ്പെടുത്തുന്നുണ്ട്. ഷാർപ്പായിട്ടുള്ള വീനക്കല്ല ചെയ്യണത്, ചെറുതായിട്ടൊന്ന് കർവ് ചെയ്തിട്ടുള്ളൊരു വീനക്കാണ് ചെയ്യണത്. അതായിരിക്കും കുറച്ചും കൂടി കാണാനായിട്ട് കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടാവുക. അപ്പോൾ ആദ്യം ഇതേപോലെ വരച്ചതിന് ശേഷം അതിൽ ചെറിയൊരു കർവ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി കൈക്കുഴി 7 അടയാളപ്പെടുത്തി കൊടുത്തുനിന്ന് നമ്മളുടെ ബ്രസ്റ്റ് പോയിന്റ് എത്രയാണോ അതേ ഹരണം 4 + 2 അടയാളപ്പെടുത്തുക. ഇവിടെ ഞാനൊരു മീഡിയം സൈസിൻ്റെ അളവാണ് കേട്ടോ ഈ പറയണത്. അപ്പോൾ നിങ്ങളുടെ എത്രയാണോ പോയിന്റുകൾ അതേ ഹരണം 4 + 2 അല്ലെങ്കിൽ +1.5 1.5 ഇഞ്ചെങ്കിലും നിങ്ങൾ സീവ് അലവൻസ് കൊടുക്കുക കേട്ടോ. അതേപോലെ ഷേപ്പിൻ്റെ ഭാഗത്തും ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. അവിടെ ഇത്തിരി ലൂസ് ഇടുന്നത് നല്ലതായിരിക്കും, കാരണം നമ്മളിവിടെ 2 ഡോറ് വെക്കുന്നുണ്ട്. അപ്പോൾ എത്രയാണോ നമ്മളുടെ സൈസ് അതിൽ നിന്നും ഒരു 1/2 ഇഞ്ചോ അല്ലെങ്കിൽ 1 ഇഞ്ച് നമ്മൾ കൂട്ടിയെടുക്കുക. അത് കഴിഞ്ഞിവിടെ ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് ഞാനിവിടെ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ ഇത്. പിന്നെ ഇതിൻ്റെ സൈഡിൽ നിന്ന് നമുക്കൊരു 1/2 ഇഞ്ച് ഇതേപോലെ കർവ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ബോഡി പാർട്ടിൻ്റെ അവിടെ നിന്ന് കർവ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഷോൾഡർ സ്റ്റോപ്പും അടയാളപ്പെടുത്താനായിട്ട് മറക്കല്ലേ കേട്ടോ. ഞാനിവിടെ ഒരു 4 ഇഞ്ചാണ് ഷോൾഡർ സ്റ്റോപ്പ് എടുത്തിരിക്കണം കേട്ടോ. ഞാനിത് ഫ്രണ്ട് ഭാഗം കൊണ്ട് ആദ്യം തന്നെ കട്ട് ചെയ്യണത്, ബാക്ക് ഭാഗം ഞാൻ അത് കഴിഞ്ഞിട്ടാണ് കട്ട് ചെയ്യണത്. ഞാനിവിടെ ബാക്ക് ഭാഗത്തിൻ്റെ കൈക്കുഴിയൊക്കെ വെട്ടി വെച്ചായിരുന്നു, പക്ഷേ അതിന് ശേഷമാണ് ഞാനത് ചെയ്യണത് കേട്ടോ. അപ്പോൾ അതേ നമ്മൾക്ക് ഫ്രണ്ട് ഭാഗത്ത് തന്നെ 2 ഭാഗം വേണം, 2 ഒരേപോലത്തെ ഭാഗം വേണം. അപ്പോൾ ഞാൻ തൊട്ട് താഴെ തന്നെ ഈ സെയിം ക്ലോത്ത് ഇട്ടിട്ട് സെയിം അതേപോലെ തന്നെ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതേപോലെ നെക്കിൻ്റെ ഭാഗമൊക്കെ ഉള്ളിലേക്ക് നമുക്കൊന്ന് ചെറുതായിട്ട് കോപ്പി ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് വരച്ച് വെക്കാം കേട്ടോ. അതിനുശേഷം ഇത് നിവർത്തിയിട്ടതിന് ശേഷം നമ്മൾക്ക് ഇതിൻ്റെ അങ്കരഹയുടെ പാറ്റേൺ നമുക്ക് ചെയ്യാം. ഇതേപോലെ സൈഡിൽ നിന്ന് 2 ഇഞ്ച് 1 ഇഞ്ചും ചെയ്യുന്നവരുണ്ട്, ഞാനിവിടെ 2 ഇഞ്ചാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. താഴെ നിന്ന് 2 ഇഞ്ച് ഇതേപോലെ എടുത്തിട്ട് നെക്കിൻ്റെ ഭാഗത്തേക്ക് ഇതേപോലെ വരച്ചു കൊടുക്കുക. ഞാനിവിടെ ഓൾറെഡി അങ്കരഹ പാറ്റേൺ വെട്ടി വെച്ചിട്ടുണ്ട്, പക്ഷെ അത് 16 ഇഞ്ചിൻ്റെ ക്രോപ്പ് ടോപ്പിൻ്റെയാണ്. നമ്മളിവിടെ 15 ഇഞ്ചാണല്ലോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ സ്ലോപ്പിനൊക്കെ വ്യത്യാസം വരും, അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾക്ക് മോൾ ഭാഗത്ത് വരേണ്ടത്. അപ്പോൾ അതിൽ ഇതേപോലെ പാറ്റേൺ വരച്ചിട്ട് ചോക്ക് വെച്ച് അടയാളപ്പെടുത്തിയിട്ട് ഇപ്പുറത്തെ സൈഡും അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിന് ഞാനിവിടെ സ്കാലപ്പിൻ്റെ ഡിസൈൻ ഞാനിവിടെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് നമ്മൾക്കിവിടെ കർവ് ചെയ്ത് വരക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതേപോലെ ഒരു ചെറിയൊരു കുപ്പിയുടെ അടപ്പൻ എടുത്തിട്ട്, അടപ്പനല്ല ഒരു ചെറിയ കുഞ്ഞു കുപ്പിയാണ്, അത് വെച്ചിട്ടാണ് ഞാൻ ഇതേപോലെ അതും കൊണ്ട് സ്കാലപ്പ് വരക്കണത്. അപ്പോൾ ആ കുപ്പിയുടെ എത്രയാണോ ഫുൾ അളവ് അതിൻ്റെ തൊട്ട് താഴേന്ന് നമുക്ക് ഇതേപോലെ ചോക്ക് വെച്ചിട്ട് ഒരു വരച്ച് കൊടുത്തതിന് ശേഷം ഇതേപോലെ പെൻസിൽ വെച്ചിട്ട്, ചോക്ക് വെച്ച് നമ്മൾ സ്കാലപ്പ് വരക്കരുതിട്ട് പെൻസിൽ വെച്ചിട്ട് തന്നെ വരക്കുക. വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഐഡിയ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം. അതേപോലെ ആ എവിടെയാണോ ആ ടോപ്പ് ഫുള്ളിരിക്കണതെന്നൊരു അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിൻ്റെ കർവ് വരക്കാനായിട്ട് സുഖമായിരിക്കുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെറ്റിപ്പോവും. ഞാൻ ഇതിവിടെ ഫുൾ ലെങ്ത് ഇതേപോലെ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് ഇതേപോലെ ഹാഫ് മതി. ഇനി നമ്മൾ ബാക്ക് സൈഡ് വെട്ടാൻ പോവേണ്ട. അപ്പോൾ ബാക്ക് സൈഡിൽ ആ കൈക്കുഴിയുടെ ഭാഗം മറ്റതിനേക്കാളും ഒരു 1/2 ഇഞ്ച് മുകളിൽ നിൽക്കണം. നമുക്കറിയാമല്ലോ സാധാരണ ചെയ്യണം എങ്ങനെയാണെന്ന്. അതേപോലെ തന്നെ പിന്നെ കഴുത്ത് ഇതേപോലെ തന്നെ ഒരു 3.5 ഇഞ്ച് ഞാൻ ഇതേപോലെ അടയാളപ്പെടുത്താം. ബാക്കിൽ ഞാൻ റൗണ്ട് നെക്കാണ് ഞാൻ ചെയ്യണത്. ആ നെക്കിൽ നമ്മൾ ഇതേപോലെ തന്നെ ആ ബോട്ടിൽ വെച്ചിട്ട് തന്നെ നമ്മൾ ഇതേപോലെ ഫുള്ള് സ്കാലപ്പ് ഡിസൈൻ ഫുള്ളായിട്ട് ചെയ്യാൻ പോവേണ്ട. അപ്പോൾ ഞാനത് കട്ട് ചെയ്തെടുക്കട്ടെ. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ സ്കാലപ്പ് ഇതിൽ ചെയ്യണത് ഞാൻ കാണിക്കുന്നില്ല, മറ്റതിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നിവർത്തിയിട്ടിട്ട് ഫുള്ള് കഴുത്ത് വരച്ചതിന് ശേഷമാണ് ഞാൻ ഇതേപോലെ തന്നെ ആ അടപ്പം വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യണത്. ഇനി നമ്മൾ സ്കേർട്ട് പാർട്ടാണ് ചെയ്യണത്. അപ്പോൾ എത്രയാണോ ക്ലോത്ത് ഉള്ളത് അതിനനുസരിച്ചിട്ട് ഞാനിവിടെ 3 പാനലാണ് ചെയ്യണത്. പാനൽ ചെയ്യാണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാനൊരു വൃത്തി ഉണ്ടാവില്ല, എന്തോ കുടുങ്ങി കിടക്കണ പോലെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ 3 പാനൽ ചെയ്യണത്. ക്ലോത്ത് ഇതേപോലെ 4 ആക്കി മടക്കിയതിന് ശേഷം ബോഡി പാർട്ടിൻ്റെ ഒപ്പം വെച്ചതിന് ശേഷം 3 ഇഞ്ച് ഇതേപോലെ അടയാളപ്പെടുത്താം. 3 ഇഞ്ച് ഫോൾഡഡ് സൈഡിലാണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. അതിനുശേഷം ബാലൻസ് അവിടെ 10 ഇഞ്ചായിരിക്കുമല്ലോ വന്നത്. 7 3 10 എൻ്റെ അരഭാഗത്തുള്ള ലെങ്ത്ത് 4 ആക്കി മടക്കിയിടുമ്പോൾ. അപ്പോൾ ആ 7 3 ഉള്ള രൂപത്തിൽ ഇതേപോലെ ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട്. 7 ഇപ്പുറത്ത് 3 ഇപ്പുറത്ത് 7.
അതേപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ 7ഉം 3ഉം ശരിക്കും ഇവിടെ അറേഞ്ച് ചെയ്താൽ നമുക്ക് സീവ് എലമെൻറ്റ്സ് എടുക്കേണ്ടതാണ്. എനിക്ക് അതൊന്നും കിട്ടിയില്ല, ഞാനുള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ വിടർന്ന ഭാഗം 7ഉം അല്ലാത്ത ഭാഗം 3ഉമായിട്ട് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഇതേപോലെ ഫ്രണ്ടിൽ ഒരു വലിയ പീസും സൈഡിൽ 2 ചെറിയ പീസുമായിട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് കൂടുതൽ ക്ലോത്ത് ഉള്ളതനുസരിച്ചിട്ട് നമുക്ക് പാനൽ കട്ടോ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അമ്പർലയോ അല്ലെങ്കിൽ ഒരു 6 പാനലൊക്കെ ചെയ്യാം. എനിക്കിവിടെ ഇത്രയും ക്ലോത്ത് ഉണ്ടാവുള്ളൂ, 2.5 മീറ്റർ ക്ലോത്ത് അത് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇത് ചെയ്യണത്. പാനൽ ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന് ആലോചിച്ചിട്ടും കൂടിയാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ ഈ സൈഡിൽ ഇതേപോലെ ഞാനിവിടെ പീസ് കട്ട് ചെയ്ത് കയറ്റണ്ട കേട്ടോ. ഇപ്പോഴല്ല, എല്ലാം കഴിഞ്ഞിട്ട് ബാലൻസ് പീസ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്യണുള്ളൂ. ഇനി നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാൻ പോവുകയാണ്. 8 ഇഞ്ച് ലെങ്ത്തിൽ ചെറുതായിട്ട് പഫുള്ള ഒരു കൈയാണ് കേട്ടോ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 8 ഇഞ്ചിൽ ആദ്യം അടയാളപ്പെടുത്തിയതിന് ശേഷം മുകളിലേക്ക് ഒരു 2 ഇഞ്ചോ 3 ഇഞ്ചോ നമുക്കുള്ള അനുസരിച്ചിട്ട് മുകളിലേക്ക് എടുക്കാം. ചെറിയൊരു പഫാണ്, അതുകൊണ്ടാണ് ഞാൻ 2 ഇഞ്ച് മതി എന്ന് പറഞ്ഞത് കേട്ടോ. സ്ലീവിൻ്റെ അളവും കൂടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോന് ലെങ്ത്ത് കൂടുന്നതുകൊണ്ട് ഞാനത് പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇനി സ്കാലപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോകൾ കിടപ്പുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ കാര്യങ്ങളെല്ലാം മിഷ്യത്തിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ താഴെ ഇതേപോലെ തന്നെ ഒരു പേപ്പർ കട്ടിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എംബ്രോയിഡറി ചെയ്യണതിൻ്റെ അടിഭാഗത്തായിട്ട് ഞാൻ ചെറുതായിട്ടൊരു ക്ലോത്തിൻ്റെ സ്ട്രിപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കഴുത്തൊക്കെ അടിച്ചു മറിക്കൂല, അങ്ങനത്തെ ഒരു സ്ട്രിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ബാക്ക് കഴുത്ത് ചെയ്യുന്ന സമയത്ത് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല, അല്ലാത്ത സമയത്ത് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മൾ ഫ്രണ്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഈ സ്കാലപ്പ് ഇങ്ങനെ മടങ്ങിയിരിക്കും, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇതാദ്യം തന്നെ പിന്ന് വെച്ചിട്ടൊന്ന് കുത്തി വെച്ചതിന് ശേഷമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പീസ് വെച്ചതിൻ്റെ താഴെ കേട്ടോ ഞാൻ ഇതേപോലെ പേപ്പർ കട്ടിങ് വെക്കണത്. പേപ്പർ കട്ടിങ് ഏറ്റവും താഴെ വെച്ചാൽ മതി. കട്ടി കുറഞ്ഞ സ്ട്രിപ്പ് ഇതേപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഭയങ്കര കട്ടിയുള്ള സ്ട്രിപ്പ് ഇടരുത്, ഈ മെഷീനാണല്ലോ, അപ്പോൾ അത് പറ്റില്ല. എംബ്രോയിഡറി നൂലാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരെണ്ണം തീർന്നായിരുന്നു, പിന്നെ അടുത്തത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ എൻ്റെ അടുത്തത് കുട്ടൂസ് ഒന്ന് കാവലിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ അതേ നമ്മൾ കണ്ടില്ലേ, വിജയകരമായിട്ട് നമ്മുടെ സ്കാലപ്പ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ മടക്കി കൈ കൊണ്ട് ഹെം ചെയ്ത് കൊടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്കത് ഉരുക്കി കൊടുക്കാം. അത് ഞാനിവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കട്ട് ചെയ്ത് നമുക്കിത് ഫുള്ള് കളയാം കേട്ടോ. ഓർക്കാപ്പുറത്തുള്ള തയ്യലായതുകൊണ്ട് തന്നെ സെയിം ത്രെഡ് കിട്ടാൻ ഞാൻ കുറേ കിടന്ന് കഷ്ടപ്പെട്ടു. ഏറ്റവും അവസാനം എന്തിൻ്റെയൊക്കെയോ ഇടയിൽ നിന്ന് എനിക്ക് സെയിം ത്രെഡ് കിട്ടിയായിരുന്നു. അങ്ങനെ അത് സമാധാനമായി. പിന്നെ ലൈനിങ് ഞാനിവിടെ കൊടുത്തിട്ടില്ല, പക്ഷേ എല്ലാം കഴിഞ്ഞ് ഏറ്റവും അവസാനം ഞാൻ താഴ്ഭാഗത്ത് ലൈനിങ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ എനിക്ക് ഇവിടെ ഇടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ചെറുതായിട്ട് മെഴുകുതിരി വെച്ച് ഉരുക്കണുണ്ട്. എൻ്റെ അടുത്ത് അയണില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ മെഴുകുതിരി വെച്ച് ചെയ്യണത്. അപ്പോൾ താഴ്ഭാഗവും ഞാൻ മടക്കി തയ്ക്കണമൊന്നുമില്ല, അത് ഞാൻ ഇതേപോലെ മെഴുകുതിരി വെച്ച് തന്നെ ഉരുക്കി കൊടുക്കണം. നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ, മെഴുകുതിരിയൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ. തുണി കരിഞ്ഞിട്ട് എന്നോട് പറയരുത് കേട്ടോ, എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ തീ വെച്ച് കളിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഷോൾഡർ ജോയിൻ ചെയ്യാൻ പോവേണ്ട. ലൈനിങ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ ഇൻവിസിബിൾ ഷോൾഡർ ജോയിനിങ് ഒന്നും നടക്കില്ല, നോർമലി ഉള്ളതാണ് നടക്കുള്ളൂ. അപ്പോൾ നമ്മളിത് കൈ ഇതേപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടുന്ന് കയ്യിലുള്ളിലേക്ക് 1/2 ഇഞ്ച് നമ്മൾ കയറ്റി കട്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം 7 ഇഞ്ച് വിട്ടതിന് ശേഷം ബാലൻസ് ഉള്ള ഭാഗത്താണ് നമ്മൾ ഗാദേഴ്സ് ഇട്ട് കൊടുക്കുന്നത്. ഇതേപോലെ ചെറിയൊരു ലൂസ് സ്റ്റിച്ച് ഇട്ടതിന് ശേഷം പിടിച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗാദേഴ്സ് കിട്ടും. അപ്പോൾ നമ്മളിത് കൈക്കുഴിയുടെ ഭാഗത്ത് ഇതേപോലെ കിട്ടുമോ ഇല്ലേന്നൊക്കെ ഒന്ന് അളന്ന് നോക്കിയിട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഗാദേഴ്സ് നമുക്കൊന്ന് ലൂസാക്കി കൊടുക്കണം. പിന്നെ അടിഭാഗത്ത് ഇതേപോലെ ഞാൻ ചെറിയ രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ നമുക്കത് ജോയിൻ ചെയ്യാൻ പണിയായിരിക്കുള്ളൂ. സൈഡിൽ വരുന്ന ആ 2 കുഞ്ഞ് അങ്കരഹട പാറ്റേണിൻ്റെ ഭാഗമുണ്ടല്ലോ, അവിടെ ഞാൻ ഇതേപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നിട്ട്, അല്ലെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടും. അപ്പോൾ ഞാനിവിടെ നമ്മുടെ കൈക്കുഴിയുടെ ഭാഗത്ത് ഇതേപോലെ അത് കിട്ടുമെന്നൊക്കെ നോക്കുന്നുണ്ട്. സ്ലീവൊക്കെ കട്ട് ചെയ്തതിന് ശേഷം എനിക്കിത് ഇത്രയും ക്ലോത്ത് ബാലൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ എത്രയാണോ നമുക്ക് വന്നിരിക്കുന്നത് അത് ഇതേപോലെ ഒരു 4 കഷ്ണം നോക്കിയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള രൂപത്തിൽ നമുക്ക് മടക്കി വെക്കാം. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ലെങ്ത്ത് കിട്ടുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഭാഗത്തേക്കാണ് ഞാൻ മടക്കി വെക്കണം കേട്ടോ. ട്രയാങ്കിൾ പീസ് പോലെയാണ് ഞാനിവിടെ പിടിപ്പിക്കുന്നത്. നമ്മൾ കണ്ടിട്ടില്ലേ, ഇതേപോലെ ഇടഭാഗത്ത് ഇതേപോലെ ട്രയാങ്കിളിൽ പല കളറിലൊക്കെ പിടിപ്പിച്ചിരിക്കുന്നത്. ഞാനിവിടെ സെയിം കളർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് 4 ആക്കി മടക്കി ഇട്ടതിന് ശേഷം എങ്ങനെ കട്ട് ചെയ്യണമെന്നൊക്കെ ഞാനൊന്ന് ആലോചിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാനിതൊരു ട്രയാങ്കിളിൽ ഒരു 6 ഇഞ്ചിൻ്റെ താഴ്ഭാഗത്ത് 6 ഇഞ്ച് വരുന്ന 4 ട്രയാങ്കിൾ പീസ് എനിക്കിവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. പീസിൻ്റെ ലെങ്ത്ത് സ്കർട്ട് ഭാഗത്തിൻ്റെ ഫുൾ ലെങ്ത്ത് ഇല്ല കേട്ടോ, കുറച്ച് ഭാഗം കുറവാണ്. ഒരു 2 ഇഞ്ചോ 3 ഇഞ്ചോ എന്തോ കുറവാണെന്ന് എൻ്റെ ഒരു ഓർമ്മ. കുഴപ്പമൊന്നുമില്ല, ഒരു 5 ഇഞ്ച് കുറവായാലും നമ്മൾ എവിടം തുടങ്ങിയാണോ വെക്കുന്നത് ആ ഭാഗത്ത് തുടങ്ങി വെച്ചാൽ മതി. താഴെ ഒരു നല്ല വിരിവ് കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ട്. ഇവിടെ ഞാൻ വെച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, കണ്ടില്ലേ. മുകൾ ഭാഗത്ത് നിന്ന് ഇതേപോലെ കുറച്ച് ഇറക്കിയിട്ടാണ് ഞാൻ ഈ പീസ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആകെ നോക്കേണ്ട ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറക്കി വെക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ വെക്കണം. ആ ഭാഗത്ത് തന്നെ കറക്റ്റായിട്ട് മുട്ടുസൂചി കുത്തി വെക്കണം, അല്ലെങ്കിൽ ഫ്രണ്ട് ഭാഗം നോക്കുമ്പോൾ ഒരു ഭാഗം കയറിയും ഒരു ഭാഗം ഇറങ്ങിയേക്കിരിക്കും. അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്യാം. അതേ ഞാനിവിടെ എല്ലാവരും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമുക്കത് എവിടെയാണ് വെച്ച് പിടിപ്പിച്ചാക്കണം എന്നുള്ളതിൻ്റെ യാതൊരു ഇതും നമുക്ക് കാണാൻ പറ്റില്ല. ഇനി നമുക്കിത് ബോഡീസായിട്ട് നമുക്കിത് ജോയിൻ
ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ സെൻറ്റർ ടു സെൻറ്റർ ഞാനിവിടെ ഇതേപോലെ അടയാളപ്പെടുത്തിയതിന് ശേഷമാണ് ഞാനിവിടെ ബോഡീസായിട്ട് ഇത് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. സ്കേർട്ട് ഭാഗത്തിൻ്റെ പാനലൊക്കെ ജോയിൻ ചെയ്തിരിക്കുന്നത് 4 ഇഞ്ച് ഭാഗം വിട്ടിട്ടാണ് കേട്ടോ. കാരണം കൂടുതൽ എനിക്ക് സീവ് അലവൻസ് ഒന്നും വിടാൻ പറ്റിയില്ല. അപ്പോൾ 4 ഇഞ്ച് വെച്ചിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എന്താണ് ബോഡീസുമായിട്ട് ഇതേ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഒരു തരി പോലും എനിക്ക് കട്ട് ചെയ്ത് കളയേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഞാൻ 2 ഭാഗം ഇതേപോലെ തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷേപ്പ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 2 ഡോറ് വെച്ച് പിടിപ്പിക്കണമെന്ന് പറഞ്ഞു. അത് ഷേപ്പ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ആ ഡോറ് വെച്ച് പിടിപ്പിക്കുന്നത്. കാരണം അതിൻ്റെ ഇടയിൽ വെച്ച് പിടിപ്പിച്ചാൽ ഇനി നമ്മളുടെ അളവ് തെറ്റിപ്പോകുമോ എന്നുള്ളൊരു ഡൗട്ട് കൊണ്ടാണ്, എനിക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് ഡോറ് വെച്ച് പിടിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കെട്ടിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യുമല്ലോ ഷേപ്പിൽ. ഇനി താഴ്ഭാഗത്ത് നിന്ന് ഇതേപോലെ ഒരു ഇഞ്ച് നമ്മൾക്ക് ഇതേപോലെ കർവ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ താഴ്ഭാഗം ചിലപ്പോൾ ഇതിങ്ങനെ തൂങ്ങിക്കിടക്കും. അപ്പോൾ അതുകൊണ്ട് സ്കേർട്ട് ഭാഗത്തിൻ്റെ താഴ്ഭാഗം ഇതേപോലെ 1 ഇഞ്ച് കയറ്റിയിട്ട് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ കറക്റ്റ് ഷേപ്പിൽ കുറച്ച് ലൂസിലാണ് ഞാനിവിടെ എടുക്കുന്നത്. കറക്റ്റ് ഷേപ്പിൽ നമുക്കിത് കയറില്ലല്ലോ. കുറച്ച് ലൂസിൽ എടുത്തിട്ട് 1 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം ഞാൻ അവിടെ ഡോറ് വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഇനി താഴ്ഭാഗത്ത് നമ്മൾക്ക് ഇതേപോലെ തന്നെ ഉരുട്ടി തയ്ച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഡോറുടെ താഴ്ഭാഗത്ത് ഇതേപോലെ നീല കളറിലൊരു ക്ലോത്തും കൊണ്ട് ഞാനൊരു ടെസലൊക്കെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. കുറച്ച് ഭംഗിയിരിക്കട്ടെ എന്ന് വിചാരിച്ചാണ്. ഒരു ക്ലോത്ത് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാനിവിടെ കാണിക്കുന്നത്. അളവുകളും കാര്യങ്ങളൊന്നും അത്ര പെർഫെക്റ്റ് ഒന്നും ആയിരിക്കില്ല. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഫൈനൽ റിസൾട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കിയേ. ലൈനിങ് ഇല്ലാത്തതിൻ്റെ ഒരു അസ്വാഭാവികതയും എന്നാൽ ഇട്ട് കഴിഞ്ഞപ്പോഴും നല്ല ഒരു കംഫർട്ട് എഫക്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കഴുത്താണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. കഴുത്തോ അതെ കയ്യോ അതെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞാനത് ചുരിദാറായിട്ടൊന്ന് വെച്ച് നോക്കിയായിരുന്നു, നീല കളറിലെ ഷോളൊക്കെ വെച്ചിട്ട്. അപ്പോഴും എനിക്ക് കാണാനായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. തട്ടിക്കൂട്ടി ചെയ്തതാണെങ്കിലും ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ലൊരു കംഫർട്ട് ഫീൽ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ അടിഭാഗത്ത് ഞാൻ പിന്നെ അതിന് ശേഷം ഞാൻ ലൈനിങ് ഒക്കെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു താഴ്ഭാഗത്ത് വിരിവ് കുറവായിട്ട് ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ താഴെ ഒരു ലൈനിങ് വെച്ച് പിടിപ്പിച്ചത്. എന്ത് സാധനവും തട്ടിക്കൂട്ട് റെഡിയാക്കണം. എനിക്ക് ഇതേപോലെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ നല്ല രീതിയിൽ ടൈലറിങ് അറിയുന്നവർക്ക് ഇതിൽ നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതേപോലെ വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ഇറ്റ്സ് മൈൻ ബൈ ഷാലിമ.